ഇന്ന് നല്ലൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊരു 5 വെളുത്തുള്ളിയുണ്ട്, വലിയ അല്ലി വെളുത്തുള്ളിയാണ്, അതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതുപോലുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, അതുകൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇത് ഒരു ചെറിയ ഉള്ളിയാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3-4 കറിവേപ്പില, പിന്നെ ഒരു പച്ചമുളക്, അതും ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. ഇതിൽ കുരുമുളക് എല്ലാം ഇടുന്നത് കൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 1.5 ടീസ്പൂൺ വിനാഗിരിക്ക് പകരം നാരങ്ങ നീര് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്, ഇല്ല എന്നുണ്ടെങ്കിൽ പെരിഞ്ജീരകം തന്നെ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുത്ത് കൊണ്ടുവരാം. ഞാനിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മീനിലേക്ക് പുരട്ടി കൊടുക്കണം. ഇത് ചൂരമീനാണ്, ഒരു 300 ഗ്രാമോളം വരും. അതൊന്ന് നന്നായി നമുക്ക് മീനിൽ പുരട്ടി കൊടുക്കാം. അതിനുശേഷം ഇതൊരു അരമണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി മീൻ വറക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മീൻ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു വശമായിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് മറിച്ചിടാം. ഇനി ഇത് നന്നായി ഒന്ന് മൊരിഞ്ഞു വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുത്ത് മാറ്റാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.